ഹലോ ഗൈസ്, നമ്മളിന്ന് എപ്പോഴും പോകുന്ന സെയിം സ്പോട്ടിൽ തന്നെയാണ് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ കിച്ചണ ഇല്ല, അതിന് പകരം നമ്മുടെ അജയ് നമ്മുടെ കൂടെ ഉണ്ട്. അജയ്, കുട്ടണ്ണൻ, പിന്നെ ഞാൻ. അപ്പം നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു ഇന്നിച്ചിരി ലേറ്റായി, 8 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മളതാ നേരെ നമ്മുടെ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഒരാൾ വള്ളം തുഴയാനും വീഡിയോ എടുക്കാനും 2 പേര് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം 2 ദിവസമായിട്ട് പോകുന്നില്ലായിരുന്നു. ഇപ്പം ഇവിടെ എല്ലാം കായലെല്ലാം പായൽ കയറി ഭയങ്കരമായിട്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ഇറങ്ങിയതാണ്, കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്കറിയത്തില്ല, നമ്മൾ നോക്കാം. എന്തായാലും കാസ്റ്റിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ സീസണിൽ നമുക്ക് കൂടുതലും അടിക്കുന്ന വാഹ, വരാൽ, ചേറുമീനൊക്കെയാണ് നമുക്ക് കൂടുതൽ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ്, പാണ്ട, ബ്രാവോയുടെ പാണ്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്ലിപ്പ് ഫ്രോഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ചേറുമീൻ മറ്റേ മണൽവാഹയ്ക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് നല്ല റിസൾട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ പാണ്ട അതുപോലെ തന്നെ ഒന്നും പറയാനില്ല, മീൻ കണ്ടു കഴിഞ്ഞാൽ ഒട്ടനെ അടിക്കും. അടിപൊളി സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മുടെ സ്റ്റിക്ക് ഒടിയുന്നുണ്ട്. നമ്മൾ തലേ ദിവസം എടുത്ത സ്റ്റിക്കാണ്. അതിനകത്ത് 2ാമത്തെ മീൻ അടിക്കുമ്പോൾ തന്നെ അത് ബ്രാവോ സലമണ്ട. പക്ഷേ സ്റ്റിക്കിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. നമ്മൾ നമുക്കത് അവർ മാറി തന്നതുകൊണ്ടല്ല കുറ്റം പറയാതിരിക്കുന്നത്. സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് വന്നൊരു പിഴവാണ്. അത് ഹുക്കപ്പ് കൊടുത്തപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റിക്കിൽ പ്രോപ്പറായിട്ടല്ലായിരുന്നു പിടിച്ചിരുന്നത്. അപ്പം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഹുക്കപ്പ് കൊടുത്തപ്പം അത് ഒടിഞ്ഞു പോയി. സ്വാഭാവികം, അത് നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈവാഡ ഫാൻറ്റം എന്ന് പറയുന്ന സ്റ്റിക്ക് റോഡും പിന്നെ റീൽ ഡൈവാഡ തന്നെയാണ്. 5000 സീരീസ് റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മീനെ സ്പോട്ട് ചെയ്ത് അങ്ങനെ കാസ്റ്റ് ചെയ്യല്ല. നമ്മൾ പായലിൻ്റെ സൈഡിലിങ്ങനെ വെള്ളം ഓടിച്ച് പായലിൻ്റെ സൈഡിലിങ്ങനെ കാസ്റ്റ് ചെയ്ത് പോകാണ്. പായലിൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തേക്ക് അങ്ങനെയാണ് സ്ട്രൈക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ പായലിൻ്റെ സൈഡിൽ കൂടെ ഓടിച്ച് വള്ളം തുഴഞ്ഞ് സ്ട്രൈക്ക് കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് കിട്ടും. അപ്പം ഇന്നലെ 2 ദിവസമായിട്ട് നമുക്ക് മീനൊന്നും അടിക്കുന്നില്ല. എന്താ അറിയത്തില്ല, ഇവിടെ വെള്ളത്തിന് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു, കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഇന്നിപ്പോൾ വെള്ളം നല്ല രീതി തെളിഞ്ഞിട്ടുണ്ട്. മഴയൊക്കെ ആയിരുന്നു 2 ദിവസം. വെള്ളം നല്ല രീതി തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇറങ്ങിയിരിക്കുക. നമുക്ക് നോക്കാം. എന്തായാലും ഇങ്ങനെ അവർ 2 പേരും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. പായലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ വെള്ളം തുഴഞ്ഞ് മുമ്പോട്ട് പായലിൻ്റെ എൻഡ് വരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മീൻ അടിക്കും നമ്മൾ. അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു കിട്ടിൽ മീൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രൈക്ക് ചെയ്തിട്ടാണെങ്കിൽ ഹുക്കപ്പ് കൊടുത്തിട്ട് ഈ മെയിൻ ഹുക്കായി വള്ളത്തിനടിയിലോട്ടാണ് ഓടുന്നത്. അടിയിലോട്ട് ഓടിയ സമയത്ത് ബ്രൈഡ് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ഈ റീല് ബ്രേക്കാവുക, റീലിൻ്റെ ഫ്രണ്ടിലത്തെ ഇത് ബ്രേക്കായി പോവുക. അപ്പോൾ പെട്ടെന്ന് ലൈൻ ലൂസായിട്ട് മീൻ അതിൽ നിന്ന് ഹുക്ക് റിലീസായി മീൻ പോകുന്നുണ്ട്. ഒരു മീൻ അടിപൊളി ഒരു മീനാണ് നമുക്ക് മിസ്സാകുന്നത്. അടിപൊളി മീനാണ്. റീല് ബ്രേക്കായി കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിൽ പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സാധനം അപ്പോഴത്തേക്കും ഹുക്കിൽ നിന്ന് റിലീസായിപ്പോയി. അങ്ങനെ ആ മീൻ നമുക്ക് മിസ്സായി. പിന്നെ നമ്മൾ കുറേ തവണ സെയിം സ്പോട്ടിൽ തന്നെ കാസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ മുന്നോട്ട് കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പിന്നെ സമയം ഒരുപാടായപ്പോഴത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങിയപ്പം നമുക്ക് മീൻ അടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല അസൗകര്യം ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തതും മീനെ കയറ്റുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ വീഡിയോ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 kg പ്ലസ് ഉള്ളൊരു അടിപൊളി നീലവാഹയാണ് അടിക്കുന്നത്. മീൻ നല്ല ഫൈറ്റായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല സ്ട്രൈക്കും നല്ല ഫൈറ്റായിരുന്നു, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക, നമ്മളത് പരിഹരിക്കുന്നതാണ്. അപ്പം ബൈ.